അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു ആർട്ട് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലൊക്കേഷൻ തീരദേശ റോഡ് ചേറ്റുവ, എൻ്റെ ഗ്രാമത്തിനടുത്തുള്ള പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ വളരെ അപൂർവമാണോ വളരെ കുറവാണ് ചെയ്യാറ് സ്കെച്ചസ്. ഡിപ്പെൻസ് എന്താ പറയുക, നമ്മുടെ ലൊക്കേഷൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് ഞാൻ ചെയ്യാറ്. അതായത് ഇപ്പോൾ ഇതിൽ വഞ്ചി രണ്ടെണ്ണം അടുത്തുണ്ട്, ഒരു മരം കാണുന്നുണ്ട്, പിന്നെ ഡിസ്റ്റൻസിലാണ് ഒരു ബ്രിഡ്ജ് കാണുന്നത്. ആ കാണുന്ന ബ്രിഡ്ജാണ് ചേറ്റുവ ബ്രിഡ്ജ്. അപ്പോൾ അത് ഒരു പ്രീ പ്ലാൻ ചെയ്ത് നല്ലതാണ്. അത് ഞാൻ എപ്പോഴും എനിക്കെന്നെ കൊടുക്കുന്ന അഡ്വൈസാണ്. അത് പല കാരണങ്ങളോട് ഞാനത് സ്കിപ്പ് ചെയ്യുന്നതിന് ചിലപ്പോൾ ലൈറ്റ് ഭയങ്കര ക്രൂഷ്യലായിരിക്കും. ആ ലൈറ്റ് കണ്ടല്ലോ ഞാൻ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ആ ലൊക്കേഷൻ ഇഷ്ടപ്പെട്ടു പെയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ലൈറ്റിങ് പോണതിന് മുമ്പ് പെയിൻറ്റിങ് തുടങ്ങാന്നുള്ള ആഗ്രഹത്തോട് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും വേഗം തന്നെ. അതൊരു നല്ലൊരു ഹാബിറ്റ് അല്ല. അപ്പോൾ ഞാനിത് പറയണില്ല, ആരെങ്കിലും ഇതുപോലെ പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു സ്കെച്ച് ചെയ്യുന്ന നല്ലൊരു കാര്യമായിരിക്കും. എന്താ വെച്ചാൽ സ്കെച്ച് ചെയ്യുമ്പോൾ ബേസിക്കലി നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം, എവിടെയാണ് ഡാർക്സ് വരുന്നത് ലൈറ്റ്സ് വരുന്നതുള്ള. അപ്പോൾ അങ്ങനെ അത് ചെയ്യുന്നൊരു നല്ലൊരു ഹാബിറ്റാണ്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ പേര് ടർക്കോയ്സ് ബോട്ട് എന്നാണ്. അതായത് എനിക്ക് ഈ പെയിൻറ്റിങ് ചെയ്യാൻ തോന്നാൻ കാരണം ആ ബ്ലൂ കളർ, ടർക്കോയ്സ് ബ്ലൂ ആയിട്ടുള്ള ഒരു ബോട്ട് കാണുന്നതാണ്. ഭയങ്കര കളർഫുൾ. അതിന് ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ അത് ഇൻറ്റൻസിഫൈ ആയതുകൊണ്ട് നല്ല വൈബ്രൻറ്റ് കളറാവുണ്ട്. ഷാഡോ എല്ലാം വെച്ചാൽ ബ്ലൂ കളറും. പിന്നെ ഡിസ്റ്റൻസിലതൊക്കെ ഓൾമോസ്റ്റ് ദഗ മൊനയുടെ ഒക്കെ പോലെ ഡിസ്റ്റൻസിൽ കാണുന്നതൊക്കെ ഒരു ആ പാലൊക്കെ ഒരു ഓറഞ്ച് ബ്രൈറ്റ് കളറിൽ തോന്നുന്നത്. അപ്പോൾ അതും എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത് വരക്കാൻ. ഫിനിഷ്യലി ബോട്ടുകളെ ബ്രൈറ്റ്നെസ് ഡാർക്ക്നെസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പലതരത്തിൽ നമുക്ക് പെയിൻറ്റിങ് അപ്രോച്ച് ചെയ്യാം. അതായത് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇതാണ് റൈറ്റ് വേ, അങ്ങനെയൊന്നും ഇല്ല പെയിൻറ്റിങ്ങിൽ. എങ്ങനെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ചിലർ പെൻസിൽ സ്കെച്ച് ചെയ്ത് അതിന് മുകളിൽ കളേഴ്സ് ചെയ്യണവരുണ്ട്. വേറെ ചിലരുണ്ട് അക്രിലിക്കിൽ ബേസ് കോട്ട് ചെയ്തിട്ട് പിന്നെ ഓയിൽ കളർ ചെയ്യണവരുണ്ട്. അത് പ്ലെനറിലും മുമ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ. ഇപ്പോൾ ഇതിൽ എന്താ പറയുക, നമ്മൾ ഇതാണ് റൈറ്റ് വേ, ഇങ്ങനെ ചെയ്യണം, അങ്ങനത്തെ റൂളില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻ്റ് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഓരോ പ്രാവശ്യം പെയിൻറ്റ് ചെയ്യുമ്പോൾ പലതരത്തിലും അപ്രോച്ച് ചെയ്യണ്ടാവുക. അപ്പോൾ അതും ആരും അതിൽ കൺഫ്യൂസ്ഡ് ആവേണ്ട. എന്താ വെച്ചാൽ നിങ്ങളും നാളെ പോലെ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് തോന്നുന്ന ഒരു പ്രിഫറൻസ് വരും, അതായിരിക്കും നിങ്ങൾ ചെയ്യുക. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അത് വരും. പോർട്രേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല പ്ലെയിനർ ഞാൻ അപ്രോച്ച് ചെയ്യുക. പക്ഷേ കളേഴ്സ് ഏറെക്കുറെ സെയിം ആയിരിക്കും. ഞാൻ വേറെ എക്സ്ട്രാ കളേഴ്സ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ നിൽക്കാറില്ല. ഇപ്പോൾ ഈ പെയിൻറ്റിങ്ങിൽ ആദ്യം ഡാർക്കസ്റ്റ് ഡാർക്കാണ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ ഈ മരത്തിൻ്റെ ഇലകൾ നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഡാർക്കായിരിക്കും. ലൈറ്റ് സൈഡിൽ നിന്നാണ് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മരത്തിൻ്റെ സൈഡിലൊക്കെ കാണാം. അതിൻ്റെ എല്ലാം ഒരു കൂട്ടുകാരൻ വന്നു. ആ കൂട്ടുകാരനെ ഞാൻ അർബൻ സ്കെച്ചേഴ്സ് തൃശ്ശൂർ ഗ്രൂപ്പിൽ പരിചയപ്പെട്ടതായിരുന്നു. ആക്ച്വലി എൻ്റെ നൈബറിങ് നാട്ടിലുള്ള ആളാണ്, അതായത് തീരദേശ റോട്ടിലുള്ള ആളാണ്. പക്ഷെ ഞാൻ അങ്ങനെ പരിചയപ്പെട്ടത് അർബൻ സ്കെച്ചേഴ്സിൽ വെച്ചിട്ടാണ്. നല്ല ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുക്കാം. അപ്പോൾ ഞാൻ ഡാർക്കസ്റ്റ് ആണ് ഇപ്പോൾ ഇതുവരെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഡാർക്കസ്റ്റ് ബ്ലോക്ക് ചെയ്തതിനു ശേഷം ലൈറ്റ് ഞാൻ ആഡ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ മിട്ടും കൊടുക്കും. എന്നിട്ട് ലാസ്റ്റ് ഹൈലൈറ്റ്സ് കൊടുക്കാന്നൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ മെയിൻ സബ്ജക്റ്റും ഇതിൽ ഈ കാണുന്ന 2 ബോട്ടാണ്. ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി എലമെൻറ്റ്സ് ആണ്, ഇൻക്ലൂഡിങ് ട്രീ. എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രീയിൽ ഇലകളുടെ മുകളിൽ ലൈറ്റ് ഓരോന്നോരോന്നും ഭയങ്കര സൂക്ഷ്മമായി കൊടുക്കുക വെച്ചാൽ ഫോക്കസ് ഉദ്ദേശിക്കുന്നത് ഈ ബോട്ടിലാണ്. അത് മിസ്സായി പോകും. അപ്പോൾ ഇത് ആർട്ടിസ്റ്റായി നിങ്ങളെ എൻ്റെ കോളാണ്. അതായത് നിങ്ങൾക്ക് എവിടേക്കാണ് ഈ വ്യൂവേഴ്സിനെ കാണിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ബോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ. ഇതിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുക വെച്ചാൽ നമ്മൾ ഒരുപാട് സ്കെച്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്കെച്ച് ബുക്ക് കയ്യിൽ വെക്കുക, പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ പെർസ്പെക്റ്റീവിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ്. എന്താ വെച്ചാൽ ബോട്ടിന് ഒരു ബേസിക് ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പാണ് നമ്മൾ ആദ്യം കോപ്പി ചെയ്യുന്നത്. പിന്നെ ബാക്കി വരുന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആണ്, അത് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ബേസ് സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് മുകളിൽ ഏത് കളർ കൊടുത്താലും ഏത് എക്സ്പെൻസീവ് പിഗ്മെന്റ്സ് ഉപയോഗിച്ചാലും നന്നാവും നിർബന്ധമില്ല. ഈ വെള്ളത്തിൽ ഇച്ചിരി ലൈറ്റ് പെനട്രേറ്റ് ചെയ്യുമ്പോൾ സബ് സർഫേസ് സ്കാറ്ററിംഗ് നല്ല വെള്ളത്തിൽ കോസ്റ്റിക്സ് എഫക്ട്സ് ഒക്കെ നല്ല വൈബ്രന്റ് ആയിട്ട് തോന്നിയിരുന്നു. അപ്പോൾ അവിടെ ഞാനൊരു വയലറ്റ് ഇൻഡിഗോ കളറൊക്കെ നന്നായി യൂസ് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് വളരെ ഇഷ്ടമായി. ഞാനിത് വലുതാക്കി ചെയ്യുന്നത് പലപ്പോഴും പ്ലാൻ ചെയ്തായിരുന്നു, പിന്നീട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. മേ ബി ഗോയിങ് ഫോർവേഡ് ചിലപ്പോൾ ചെയ്യായിരിക്കും. ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യാൻ നേരത്തെ വിട്ടുപോയത്, ഇപ്പോൾ അർബൻ സ്കെച്ചേഴ്സ് പറഞ്ഞില്ല, ഞാൻ നവീനെ പരിചയപ്പെട്ട ഗ്രൂപ്പ്. അപ്പം ഇങ്ങനത്തെ ഗ്രൂപ്പ് ഒട്ടുമിക്ക നാട്ടുകളിലുണ്ട്. അപ്പോൾ തൃശ്ശൂർ അർബൻ സ്കെച്ചേഴ്സ് തൃശ്ശൂരുണ്ട്. ഒരു പൊതുവെ എല്ലാ ഞായറാഴ്ചകളിലും ഗ്യാദർ ചെയ്യും. അവിടെ വന്നിട്ട് നമുക്ക് സ്കെച്ച് ചെയ്യാം,
അതായത് ഇപ്പോൾ സ്കെച്ച് ചെയ്യണം നിർബന്ധം വെച്ചാൽ നിർബന്ധമില്ല. നിങ്ങൾക്ക് അവരെ ആൾക്കാരെ മീറ്റ് ചെയ്യാം. അതിൽ ഒരു നിങ്ങൾ ഫീസ് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പലതരത്തിലുള്ള ആർട്ടിസ്റ്റുകൾ കാണാൻ പറ്റും, പലതരത്തിലുള്ള ആർട്ടിസ്റ്റുകൾ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, അവരുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പിലൊക്കെ ചേരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ കിട്ടും. അപ്പോൾ അടുത്തൊരു പെയിന്റിങ് വരുമ്പോൾ ഹാപ്പി പെയിന്റിങ്.